അങ്ങനെ നമ്മുടെ ഭജനമഠത്തെ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയൊക്കെ ഗംഭീരമായിട്ട് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അത് വീഡിയോ ഒക്കെ ഏട്ടനാണ് എടുത്തു തന്നത്. അപ്പോൾ അത് എല്ലാവരും ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ആ ഏരിയയിലുള്ളവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രീകൃഷ്ണനായിട്ടും രാധന്മാരായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ചെണ്ടകൊട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കുട്ടികളും നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പമോളെ ഒരുക്കിയത് എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നല്ലോണമൊക്കെ അവളെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പിള്ളേരായതുകൊണ്ട് ഇച്ചിരി വാശിയും ഇതുമൊക്കെയാണ്. പിന്നെ എന്നാലും ഒരുക്കി കഴിഞ്ഞാൽ അവൾ ഒന്നും കളയത്തൊന്നുമില്ല, നല്ലോണമൊക്കെ നോക്കിക്കോളും. അപ്പോഴേ ഞങ്ങളുടെ രാധമാർ ശ്രീകൃഷ്ണൻ, കൃഷ്ണൻ, കുട്ടിക്കൃഷ്ണൻ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇതായിരുന്നു ഞങ്ങളുടെ കുട്ടിക്കൃഷ്ണൻ കേട്ടോ, അതേ ഫസ്റ്റ് പോകുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിത് അമ്പലത്തിൽ കയറി ഒന്ന് വലം വെച്ചിട്ട് നേരെ ഉറിയടി കാണാൻ പോവാണ്. അപ്പോൾ അതേ അപ്പവും കൂട്ടുകാരും നടന്നു പോകുന്നുണ്ട് കേട്ടോ. കുത്തി ഞാനും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം മോൾ ഒരുങ്ങിയിട്ട്? നല്ലപോലെ ഒരുങ്ങിയിട്ട് സന്തോഷമായോ? പോയി കൊതിയായോ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ? അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഉറിയടി കാണാനാണ് പോയത് കേട്ടോ. അങ്ങനെ ഉറി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ നേരമായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ബാക്കി ഇട്ടത് കേട്ടോ. അങ്ങനെ അവസാനം ഉറി അടിക്കുന്ന വീഡിയോയും കൂടെ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏട്ടനാണ് എടുത്തു തന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനത്തെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ കുട്ടികൃഷ്ണന്മാരൊക്കെ എങ്ങനെ ഉണ്ടെന്നും രാധമാരൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു ആഘോഷങ്ങളൊന്നും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ പറ. ബൈ ബൈ.